എന്റെ ഏട്ടൻ ഇങ്ങനെ പെൺകൊന്തനായി പോയല്ലോ. അമ്മ കാണാത്തത് നന്നായി. അമ്മ കണ്ടിരുന്നെങ്കിലേ ഇവിടെ പാടി പൊട്ടിയന്. അവളുണ്ടല്ലോ എന്റെ നാത്തൂൻ, ഈഞ്ഞ കവളം മടലിന് അടിക്കണം. മാധുരി ആന്റിയുടെ ഉദ്ദേശം മോശമാണെന്നറിഞ്ഞിട്ടും ദൈവമേ എന്താ പ്രതികരിക്കാതിരുന്നത്? എന്തുകൊണ്ട് അവരെ ഒഴിവാക്കാൻ ശ്രമിച്ചില്ല? ജയേട്ടനെ പോലൊരാളെ സംശയിക്കുന്നത് മഹാപാപാണെന്ന് തോന്നി. അത്രയ്ക്ക് വിശ്വാസമായിരുന്നു എനിക്ക് ജയേട്ടനെ. അമ്മയുടെ ഈ ശുദ്ധ മനസ്സ് അമ്മയുടെ ജീവിതം തകർത്തത്. ഇപ്പോഴും എന്റെ ദൈവമ്മ അതുപോലെയൊക്കെ തന്നെയാ. അമ്മ കരയാതെ, ബാക്കിയോട് കേൾക്കട്ടെ. എന്താ ഇവിടെ ഒരു കരച്ചിലും പിഴിച്ചിലും ഒക്കെ? ഓ, കണ്ണീർ കഥ പറയായിരുന്നോ? അങ്ങനെയാണെങ്കിലേ അത് തൽക്കാലം ഒന്ന് ബ്രേക്ക് ചെയ്. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ സാവിത്രി? ഈ തറവാടിന്റെ പരമ്പരാഗതമായ ആഭരണങ്ങൾ എന്റെ മരുമകൾക്ക് പോലും കൊടുക്കാതെയാ അമ്മ നിങ്ങൾക്ക് തന്നത്. നിങ്ങളെന്തിനാ അത് ആ വഴക്കാളി പെണ്ണിന് കൊടുത്തത്? ആരാ പെൺകുട്ടി? അവളെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? ഇതിലെന്തോ ഒരു രഹസ്യം ഒളിഞ്ഞു കിടപ്പുണ്ടല്ലോ. കാര്യം നമ്മളിപ്പോ ബദ്ധശത്രുക്കളൊക്കെ തന്നെയാ. നിങ്ങൾ എന്റെ മൂത്ത നാത്തൂനായിരുന്ന സ്ത്രീയല്ലേ? ആ നാത്തൂൻ പദം ലാപ്സായി പോയതിന് ഞാനല്ലല്ലോ ഉത്തരവാദി. അതെ, ഏതാ ആ പെൺകുട്ടി? അവള് കാണിച്ചു കൂട്ടുന്ന ഏടാകൂടങ്ങളുടെ ശിക്ഷയെല്ലാം നിങ്ങൾ ഏറ്റുവാങ്ങുന്നു. അവൾ എന്തെങ്കിലും ഒരു റെസ്പെക്ട് നിങ്ങൾക്ക് തരുന്നുണ്ടോ? നിങ്ങൾ എന്തിനാ അവക്ക് വേണ്ടി ബലിയാടാവുന്നത്? എന്താ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നേ? അമ്മ എന്തിനാ എന്റെ ദൈവമ്മ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ? ഓ, എന്റെ ദൈവമ്മ. അപ്പോഴും ഞാൻ നിനക്ക് ഏതോ ഒരു അമ്മ, പെരുവഴിയിലെ അമ്മ. അതവിടെ നിക്കട്ടെ. നീ ഓർക്കണം, ഞാൻ സമ്മതിച്ചിട്ടാ ഇവര് നിന്റെ ദേവമ്മയായത്. ഇവര് നിന്നെ എടുത്തോണ്ട് പോകുമ്പോഴും താരാട്ട് പാടുമ്പോഴും ഉറക്കുമ്പോഴും എല്ലാം ഞാനൊന്നും പറഞ്ഞിരുന്നില്ല. അന്ന് ഇവരെന്റെ ഏട്ടത്തിയമ്മയായിരുന്നു. ഇവരോട് പക്ഷം ചേർന്ന് നിന്ന് നീയും എന്നും എന്നെ കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ. നിന്റെ യഥാർത്ഥ അമ്മ ഞാനാ. എന്റെ സങ്കടം നീ എന്താ കാണാതെ പോകുന്നേ? സ്വന്തം ഭർത്താവിനും മറ്റൊരുത്തിക്ക് ദാനമായി കൊടുത്ത് ശീലാവധി ചമഞ്ഞവളായി ഈ സ്ത്രീ. ജീവിതം കൊണ്ട് തൊലച്ചവള്. ഇവരെന്ത് ന്യായീകരണം പറഞ്ഞാലും ഇവരോട് ക്ഷമിക്കാൻ തയ്യാറാവില്ല ഞാൻ. ജീവനെ പോലെ സ്നേഹിച്ച ജയറാമങ്ങളെ ചതിക്കുമെന്ന് ദൈവമ്മ കരുതിയോ? എടാ, ഏതൊരു സ്ത്രീകളും ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാരുടെ വാക്കുകളിലായിരിക്കരുത്, അവരുടെ കണ്ണുകളിലായിരിക്കണം. ഭർത്താവിന്റെ കണ്ണുകൾ മറ്റൊരു പെണ്ണിന്റെ മേൽ പതിക്കുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ കെൽപ്പുള്ളൊരു ഭാര്യയാവൂ? ദേ, ഇവരുടെ എല്ലാ പ്രവൃത്തികൾക്കും കൂട്ടു നിൽക്കരുത്. എനിക്കത്രേ പറയാനുള്ളൂ. എല്ലാവരുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്റെ ഉള്ളിലുണ്ട്. പക്ഷെ അതൊന്നും ആരോടും പറയാൻ പറ്റില്ല. ഈ വേദനകളെല്ലാം സഹിക്കാൻ മാത്രമേ എനിക്ക് മാർഗമുള്ളൂ. ജയേട്ടനും മാധുരിയും മീനാക്ഷിയെ ഒരുപാട് സ്നേഹിച്ച വളർത്തിയത്. ഇപ്പോ ജയേട്ടൻ അവളെ എന്നെ ഏൽപ്പിച്ചു. എന്റെ വയറ്റിൽ പിറന്നില്ലെങ്കിലും ഞാൻ അവളെ കാണുന്നത് എന്റെ മകളായിട്ട് തന്നെയാ. എന്റെ മകൾ.
നിങ്ങൾക്കൊരു കോള്. ആരാ ഫോണില്? അറിയില്ല. ഹാ, ആരായാലും എനിക്കൊന്നുമില്ല. പണ്ട് ഭർത്താവിന് കോളുകൾ വരുമ്പോ ആ ഫോൺ പിടിച്ചു വാങ്ങിച്ച് ഇതുപോലെ നോക്കിയിരുന്നെങ്കിലേ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ എരിഞ്ഞടങ്ങില്ലായിരുന്നു. ഹലോ. ദേവി, ഞാനാ ജയറാം. മനസ്സിലായി. ഞാൻ വിളിച്ചത് ഒരു പ്രത്യേക കാര്യം പറയാനാ. പറയൂ. മീനാക്ഷിയുടെ പിറന്നാളാ ഈ വരുന്ന 10-ാം തീയതി. അവൾക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണം. അതിനെന്താ, തീർച്ചയായും വാങ്ങിക്കൊടുക്കാം. പിന്നെ ഞാനൊരു കത്ത് അയച്ചിരുന്നു, അത് കിട്ടിയോ? കത്തോ? എനിക്ക് കുറെ കാര്യങ്ങൾ ദേവിയോട് പറയാനുണ്ടായിരുന്നു. അതെല്ലാം ആ കത്തിലുണ്ട്. മീനാക്ഷിക്കൊന്ന് ഫോൺ കൊടുക്കാൻ പറ്റുമോ? പിന്നെന്താ, ദാ ഒരു മിനിറ്റ്. മീനാക്ഷി. ഓ, വന്നല്ലോ. ഒരിടത്ത് സമാധാനത്തോടെ ഇരിക്കാൻ സമ്മതിക്കില്ല. അപ്പ വന്നോളും മീനാക്ഷി മീനാക്ഷി എന്ന് വിളിച്ചോണ്ട്. ദാ നിനക്കൊരു ഫോണുണ്ട്. എനിക്ക് ഫോണോ? അതാരാ? നിന്റെ അച്ഛനാ. അയ്യോ, എന്റെ അച്ഛനോ? എന്നിട്ട് നിങ്ങൾ എന്താ ഇത്ര സ്ലോ മോഷൻ? ഇങ്ങോട്ടാ അച്ഛാ. അച്ഛാ, അച്ഛനവിടെ സുഖാണോ അച്ഛാ? സുഖാണ് മോളെ. അച്ഛനിവിടെ നല്ല സുഖ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്തോന്നാ ഞാൻ അച്ഛനെ സംസാരിക്കുന്ന കേൾക്കാൻ നിൽക്കാണോ? അങ്ങോട്ട് മാറി നിന്നേ. അച്ഛാ, എനിക്കിവിടെ സുഖമാ. മോളാരോടും വഴക്കിനൊന്നും പോകരുത്.
പക്ഷെ എനിക്ക് നിങ്ങളൊരു യക്ഷിയാ. മാഡം, എന്താ സത്യശീല? മാഡത്തെ അമ്മ വിളിക്കുന്നു. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് പോന്നല്ലേ ഉള്ളൂ. എന്തിനാ സത്യശീല? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും അമ്മ നല്ല ദേഷ്യത്തിലാ. ആ, ദേഷ്യത്തിലോ? ആ, ദേവിയെ ആ മുത്തശ്ശി എടുത്തിട്ട് പൊരിക്കുമെന്ന് തോന്നുന്നു. പാവം തോന്നും ചിലപ്പോ. ഛെ, അച്ഛനോട് കുറച്ചു നേരം പോലും സംസാരിക്കാൻ പറ്റിയില്ലല്ലോ. അതിനു മുൻപ് ഫോൺ കട്ടായി. ദൈവമേ, ജയേട്ടൻ ജയിലിൽ നിന്ന് കത്തയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതും കൊണ്ട് വന്നതാ പോസ്റ്റ്മാൻ. അമ്മ അറിഞ്ഞിട്ടുണ്ടാവോ ജയേട്ടൻ്റെതാണ് എഴുത്തെന്ന്? നിനക്കൊരു രജിസ്റ്റേർഡ് കത്തുണ്ട്, ഒപ്പിട്ട് വാങ്ങിക്കേ. പോസ്റ്റ്മാന് ധൃതിയുണ്ട്, ഇയൊക്കെ പോണം. ആ, ഇതാ ഇവിടെ ഒരു ഇതാ. ശരി മാഡം. ആ ശരി. നിനക്കെന്താ ഒരു ഷിവറിങ്? ഒന്നുമില്ലമ്മേ. അല്ല, ഈ മൊബൈൽ ഫോണും കൊള്ളപ്പം ആരാ ഇങ്ങനെ ഒരു കത്തയച്ച വട്ടൻ? അമ്മേ, ആരാ കത്തയച്ചതെന്ന്? കത്തയച്ചവനൊരു പേരില്ലേ? പറയാൻ നിനക്ക് മടിയാണെങ്കിലും ഈ കത്തയച്ചവനെ എനിക്ക് പരിചയമുണ്ട്. ഞാൻ പ്രസവിക്കുകയും എന്നിട്ട് നിന്റെ ഭർത്താവുകയും ചെയ്തപ്പോ നിന്നെ വഞ്ചിച്ചതിന്റെ പേരിൽ ഞാൻ ഇരിക്കപ്പിണ്ടം വെച്ച എന്റെ മൂത്ത മകൻ. ആ കത്ത് നിനക്കയച്ചവൻ അവനാ, ജയറാം. പക്ഷേ അതിലവന്റെ വീട്ടുപരോ അഡ്രസ്സോ ഒന്നുമില്ല, വെറും ജയറാം മാത്രം. അല്ല, അതൊന്നും എനിക്കറിയാൻ വേണ്ട. പക്ഷേ എനിക്കറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്തിനാ അവൻ ഇപ്പോഴും നിനക്ക് കത്തയക്കുന്നതെന്ന് ചോദിച്ചത് കേട്ടില്ലേ? എന്തിനാ അവൻ ഇപ്പോഴും നിനക്ക് കത്തയക്കുന്നതെന്ന്? നിനക്ക് അവനുമായിട്ട് എന്താ ബന്ധം? നിന്റെ ജീവിതം തകർത്തിട്ട് ഇറങ്ങിപ്പോയ ആ മഹാദ്രോഹിയുമായിട്ട് നിനക്ക് എന്താ ഏർപ്പാടെന്ന്? എന്താ നീ എന്താ മിണ്ടാത്തത്? എന്റെ മുമ്പിൽ നാടകം കളിക്കുകയാണോ? ഇപ്പോഴും നീയും അവനും തമ്മിൽ ബന്ധമുണ്ടോ? നീ അമ്പലങ്ങളായ അമ്പലങ്ങൾ മുഴുവൻ നിരങ്ങി നടക്കുന്നത് അവനെ കാണാനാണോ? അമ്മേ, അല്ല. പിന്നെ എന്തിനാ നിനക്ക് അവൻ കത്തയക്കുന്നേ? ഇത്രയും കാലം നീയും അവനും കൂടെ ചേർന്ന് എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ? അമ്മേ, അങ്ങനെയൊന്നും പറയരുത്. ഞാൻ അമ്മയെ വഞ്ചിച്ചിട്ടില്ല. മനസ്സിലിട്ട് ഓമന മകനെ മുക്കിക്കൊന്ന ഒരമ്മയാ ഞാൻ. സ്വന്തം മകൻ മരിച്ചു പോയതായി മനസ്സിനെ വിശ്വസിപ്പിച്ച ഒരമ്മ. ആ അമ്മയാ നീ ചതിച്ചത്. ഇല്ലമ്മേ, ഇല്ല. ഞാൻ അമ്മയെ ജീവിതകാലത്ത് ചതിക്കില്ല. ആ സ്ത്രീയെ എന്തോ കാര്യത്തിന് മുത്തശ്ശി പൊരിച്ചെടുക്കുകയാണല്ലോ. അങ്ങോട്ട് ചെല്ലാം. മുത്തശ്ശി, എനിക്കൊരു സത്യം പറയാനുണ്ട്. ഓ, നീ സത്യമൊക്കെ പറയൂ. മുത്തശ്ശി കേക്ക്. ഈ സ്ത്രീ സ്വർണവള അവരുടെ സ്വമനസാല എനിക്ക് തന്നൊന്നും അല്ല. ഞാനത് ബലമായി ഇവരുടെ കയ്യിൽ നിന്ന് ഊരിയെടുത്തതാ. ആഹാ, ഇതെന്താ തീവെട്ടിക്കൊള്ളയോ? അതോ മൂലം ദേവിയോ? എന്റെ അമ്മയുടെ അടിയന്തര ചടങ്ങുകൾക്ക് വേണ്ടി പണം ഉണ്ടാക്കാനായിട്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷ ഇവരനുഭവിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തത് ആ തെറ്റ്. അത് ഏറ്റെടുത്ത് ഇവര് പുണ്യവാളത്തെ ഒന്നും ആവണ്ട. അതുകൊണ്ട് മുത്തശ്ശി ഇവർക്ക് എന്ത് ശിക്ഷയാണോ കൊടുക്കാൻ നിശ്ചയിച്ചത് ആ ശിക്ഷ എനിക്ക് തന്നാ മതി. ഞാനത് അനുഭവിച്ചോളാം.
ശിക്ഷിച്ചോളൂ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആ നീ കൊച്ചു പെങ്കൊച്ചായതുകൊണ്ട് അമ്മ ശിക്ഷ വിധിക്കില്ല. നിനക്കുള്ള ശിക്ഷ ഞാൻ വിധിക്കാം. ആ വിധിക്കൂ. ആ ഒരു കാര്യം ചെയ്, ഈ വീട് മുഴുവൻ കഴുകി തുടക്കി. ഏ അതൊന്നും വേണ്ട, ഈ വക ജോലിയൊന്നും അവൾക്കറിയില്ല. എനിക്കറിയില്ലെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ദേ പിന്നെയും എന്നെ രക്ഷിച്ച് ഇവരാളാവാൻ വരുവാ. എന്നെ രക്ഷിച്ചങ്ങനെ നിങ്ങൾ ഈ വീട്ടിൽ വലിയ ആളാവണ്ട. ഒരു രക്ഷക. എവിടെ ചൂല്? ആ വാ വാ വാ, എല്ലാം തരാം. ഓടി വായോ. നോക്ക്, ചൂലക്ക് ഇപ്പൊ എടുത്ത് തരാവേ. ദൈവമേ, പിടിക്കണ്ട. വീഴുന്നെങ്കിലേ ഞാനങ്ങ് വീണോട്ടെ. മാറി നിൽക്കാം അങ്ങോട്ട്. എന്താ അമ്മ ഇത്? വീഴാൻ പോകുന്ന എന്നെ താങ്ങി നിർത്താൻ ശ്രമിക്കുന്നവര് എന്നോട് ഇഷ്ടമുള്ളവരായിരിക്കണം. എന്നോട് ഇഷ്ടമില്ലാത്ത നീ എന്തിനത് ചെയ്യുന്നു? എനിക്ക് അമ്മയോട് ഇഷ്ടമല്ലെന്ന് അമ്മയോട് ആര് പറഞ്ഞു? ആരും പറയണ്ടല്ലോ, പ്രവൃത്തി കണ്ട മനസ്സിലാവില്ലേ? സൂക്ഷിച്ചു വെക്കുന്നുണ്ടല്ലോ വായിച്ച് ആസ്വദിക്കാൻ. എന്റെ മകനായിരുന്ന മഹാനയച്ച കുറിമാനം. ഒരമ്മയുടെ സ്നേഹവാത്സല്യം തിരിച്ചറിയാത്ത മകനാവൻ. ഒരച്ഛന്റെ സ്വപ്നങ്ങളെ തകർത്തെറിഞ്ഞ ദുഷ്ടനാവൻ. ജീവനതുല്യം സ്നേഹിച്ച നിന്റെ ഹൃദയം വെട്ടിക്കീറി കടന്നുപോയ മഹാപാപിയാണവൻ. അമ്മേ, എന്താ ഞാൻ പറഞ്ഞതൊക്കെ ശരിയല്ലേ? ഈ കുടുംബത്തിന്റെ അടിത്തറ തകർത്തിട്ട് പോയവനല്ലേ അവൻ. എത്ര പാടുപെട്ടു വീണ്ടും ഒന്ന് കരകയറാൻ. ഒരു കണ്ണീർപ്പുഴ നീന്തി കടന്നല്ലേ നമ്മളെല്ലാവരും ഇപ്പൊ ഈ കരയിൽ നിൽക്കുന്നത്, അല്ലേ? മക്കളെ വളർത്തുന്ന മാതാപിതാക്കളുടെ മനസ്സിലുള്ള സ്വപ്നങ്ങളും സങ്കല്പങ്ങളും നിനക്ക് മനസ്സിലാവില്ല. കാരണം നീ ഒരു അമ്മയല്ല. മാതാപിതാക്കള് കെട്ടുക മനക്കോട്ടകള് അങ്ങ് ആകാശത്തോളം ഉയരത്തില്. മക്കളെ കുറിച്ചുള്ള ഭാവി സ്വപ്നങ്ങള്. ആ കോട്ടകളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു തകരുമ്പോഴാ ചങ്കു പൊട്ടി പോകുന്നത്. ഒന്നും ഞങ്ങൾക്ക് തരണ്ട. ഇങ്ങനെ സമൂഹത്തിന്റെ മുന്നില് നാണം കെടുത്താതിരുന്നൂടെ? നിന്നെ വലിച്ചെറിഞ്ഞ് അവളെ കൂട്ടി പോയതാ. ഇപ്പൊ അവളില്ല. പുതിയ ഒരെണ്ണത്തിനെ കണ്ടെത്തി കാണും. എന്തായാലും കൺവെട്ടത്തില്ല. കണ്ട നാട്ടിൽ എവിടെയെങ്കിലും ആവും. ഭാഗ്യം. ഈ കത്ത് നിന്റെ കയ്യിലോ ഈ വീട്ടിനകത്തോ ഇരിക്കുന്നത് എന്റെ മനസമാധാനം നശിപ്പിക്കുകയുള്ളൂ. അവൻ അവളുമായി പോയതിനു ശേഷം നീ എനിക്ക് മരുമകളല്ല, മകളാ. നിനക്ക് എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഈ കത്ത് നീ ഇപ്പൊ കീറിക്കളയണം. ഇവിടെ എന്റെ മുന്നിൽ വെച്ച്. എന്താ നിനക്ക് മടിയുണ്ടോ? ഇല്ല.
അവന്റെ പേര് പോലും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവനെ കുറിച്ച് ഒരു കാര്യവും എനിക്കറിയേ വേണ്ട. മേലിൽ അവന്റെ ഒരു കത്ത് പോലും നിനക്ക് വരരുത്, പറഞ്ഞേക്കാം. എന്താ ദൈവമേ, എന്തിനാ മുത്തശ്ശി ദേഷ്യപ്പെട്ടു പോയത്?